യൂട്യൂബ് ചാനൽ ആൻഡ് വെൽക്കം ടു ദിസ് ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മളുടെ മാംഗ്ലൂർ സെൻട്രൽ മാർക്കറ്റിലുള്ള സീഫുഡ് ഹൗസിലാണ്. കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ് ഇവിടെ വന്ന് നമുക്ക് കുറേ ഫുഡ് ഐറ്റംസ് ട്രൈ ചെയ്യണം. ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സാധനങ്ങളാണ് റബ്ഡി, ജിലേബി, ചന്നാ ഭട്ടൂര, ചോള ഭട്ടൂര, കുറേ സാധനങ്ങളുണ്ട്. അപ്പം ഇന്ന് നമ്മൾ ഇവിടുന്ന് കഴിച്ച് അടിപൊളിയായിട്ടേ പോകത്തുള്ളൂ. അപ്പം ഒരു 4 വർഷമായിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നതാണ്. മാംഗ്ലൂരിൽ നിന്ന് പോകുന്നതിന് മുന്നേ എനിക്ക് തീർക്കാനുള്ള കുറച്ച് ആഗ്രഹങ്ങളിലൊന്നായിരുന്നു നമ്മുടെ ശ്രീകൃഷ്ണ വെജ് വീഡിയോസ്. അപ്പം ഞാനും ഫ്രണ്ട്സും ഒക്കെ വന്നിട്ടുണ്ട്. നിങ്ങളുണ്ട്, അമലുണ്ട്, തോമസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ പോയി അവിടെ ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് വരാം. അപ്പോൾ കൂടെ നിങ്ങളും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ലെറ്റ്സ് ഗോ. അതായത് ഇവര് ചോള ഭട്ടൂര ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന മാവ എന്നാണ് പറഞ്ഞത്, അത് കുഴക്കാന്നാണ് പറഞ്ഞത്. അപ്പം ആ എന്തൊക്കെയാണെന്ന് തോന്നുന്നുണ്ടായിട്ടുണ്ട്. അപ്പം ഇവിടുത്തെ ജിലേബി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ജിലേബിയാണ്. അപ്പം पहले एक अच्छा बटा होता है, ले जा रहे अच्छा बटा ले जा. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചോള ഭട്ടൂര. ഇത് ആക്ച്വലി ഇത്രയും വലിയ നമ്മുടെ വലിയ കൂടിയില്ലേ, അതാണ് സംഭവം. നമ്മൾ ഈ റബ്ബർ ഷീറ്റൊക്കെ നോക്കുകയാണ്. പിന്നെ നമ്മുടെ ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് അതൊന്നും കാര്യമാക്കാറില്ല. ബിക്കോസ് എനിക്കൊരു നാണയമില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ നമ്മൾ കുറച്ചെടുത്തു. അച്ചാറുണ്ട്, മുളക് വേവിച്ചതുണ്ട്, ഓക്കെ, സവാളയുണ്ട്. ഓ, അങ്ങനെയാണ് കഴിക്കേണ്ടത്. ഓക്കെ, അപ്പം നിങ്ങൾ പറയുന്നത് ആദ്യം ചോള ഭട്ടൂര എടുക്കുക, കുറച്ച് സവാള എടുക്കുക, കുറച്ച് മാങ്ങാച്ചാർ ഹിറ്റ് ചെയ്യുക, ആൻഡ് ഈ ഒരു കടല, വൈറ്റ് കടലയാണെന്ന് തോന്നുന്നു, ദാറ്റ് ഈസ് ഭട്ടൂര. ഇതിലെ ചോള, ദിസ് ഈസ് ഭട്ടൂര. വളരെ അടിപൊളിയാട്ടോ, അടിപൊളി. അപ്പോൾ നമുക്കിനി നമ്മുടെ ദഹിപൂരി ട്രൈ ചെയ്യാം. ദഹിപൂരി എന്ന് വെച്ചാൽ ബേസിക്കലി നമ്മുടെ പാനിപൂരിയുടെ തന്നെ ആ ഒരു സാധനം. അതിൻ്റെ ഇത് ദഹി മീൻസ് കേർഡാണ്. കേർഡ്, അനിയൻസ്, കൊറിയാണ്ടർ ലീവ്സ്, പിന്നെ നമ്മുടെ 10 രൂപയുടെ മിക്സർ ഇല്ല കടയിൽ, അത് കിട്ടിയിട്ടുണ്ട്. യെസ് യെസ്, ഇത് ഇങ്ങനെയാണ് കഴിക്കേണ്ടതെന്നാണ് ഇവിടെ പറയുന്നത്. നമുക്ക് കഴിച്ച് നോക്കാം. എന്റെ മോന് മധുരവും എരിവും പുളിയൊക്കെ കൂടിയ ഒരു സാധനം. നമ്മുടെ പാനിപ്പൂരി ഇത് മാറ്റി വെക്കാം, ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. നമുക്ക് പാനിപ്പൂരി ട്രൈ ചെയ്യാം. ഓ, ഇത് ലീക്കിങ്. അമ്മോ, പുളി ഒന്നും പറയല. ഇത് നല്ല മധുരമുണ്ട്, ചിലിപ്പുളിയുണ്ട്. ഞാൻ ആദ്യമായിട്ട് മധുരമുള്ള പാനിപ്പൂരി കഴിക്കുന്നത്. ഇനി ഇവിടുത്തെ മാസ്റ്റർ പീസ് സാധനം, അതായത് റബ്ദി, ഇത് കഴിക്കാൻ വേണ്ടിയാണ് ആക്ച്വലി ഞങ്ങൾ ഇന്ന് ഇങ്ങോട്ട് വരാൻ തന്നെ പ്ലാൻ ചെയ്തത്. ഇത് ഒരു നമ്മുടെ ഒരു നോർമൽ പായസം ഡെസേർട്ട് പോലത്തെ ഒരു സാധനമാണ്. ഇവിടെ ഭയങ്കര തിരക്കാട്ടോ, ബിക്കോസ് ഈവനിങ് ആയിട്ട്. പാവം ക്യാമറാമാൻ്റെ ഫുൾ കഴിച്ച് കിട്ടില്ല, അവന് വെക്കണം. റബ്ദി കഴിച്ച് നോക്കാം. എൻ്റെ മോനെ സൂപ്പർ, ഒന്നും പറയില്ല. ഇനി നമ്മുടെ ലാസ്റ്റ് സാധനം ജിലേബി. ജിലേബി ഇങ്ങനെ റബ്ബി മുക്കിയിട്ടാണ് കഴിക്കുന്നത്. സി
ഒന്നും പറയില്ല, എല്ലാം ഒന്നിനൊന്നിന് അടിപൊളിയാണ്. ഇത് കഴിച്ചിട്ട് നമുക്ക് സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി സാധനം കൂടെ കഴിക്കാം. അപ്പോൾ ഇത് ഫുൾ ഞങ്ങൾ തീർത്തിട്ട് ബാക്കി വീഡിയോ എടുക്കാം. ഗൈസ്, നമ്മൾ ആക്ച്വലി കഴിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ബാക്കിയൊക്കെ മാറ്റി വെച്ചു. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടാണ് ഞങ്ങൾ വന്നിട്ട് എല്ലാവരും ഓർഡർ ചെയ്യുന്നു. അപ്പം ഞങ്ങളോട് തന്നെ ഞങ്ങൾ പറഞ്ഞ ഓർഡർ ചെയ്യാണ്. ഇത് മസാലപ്പൂരിയാണ്. ഇത് കഴിച്ചവിടെ ബേൽപൂരി, പാനിപ്പൂരി, ബേൽപൂരി, മസാലപ്പൂരി, മറ്റേൻ്റെ എന്ന് പറയുന്നത്. അപ്പം ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുള്ളത്. ഇത് പൂരി ഉണ്ട്, പിന്നെ ഗ്രീൻ പീസ്, മിക്സർ, അനിയൻസ്, കൊറിയാണ്ടർ ലീവ്സ്, പിന്നെ ആ ഒരു ഇത് കഴിച്ചു നോക്കാം. പൊന്നു ഗൈസ്, ഒന്നും പറയാനില്ല, തിണ്ണം കാച്ച സാധനം. മസ്റ്റ് ട്രൈ, മസ്റ്റ് ട്രൈ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു. നമുക്ക് എല്ലാം കൂടി ആകെ ആയത് 255 രൂപയാണ് ബില്ല്. നമ്മൾ കുറേ സാധനം കഴിച്ചു, അടിപൊളിയാണ്. സോ അപ്പം എല്ലാവരും ഇവിടെ വരണം. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ എന്താ ചെയ്യുക, ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ കം ശ്രീ കൃഷ്ണ ബേൽപൂരി ഹൗസ് ഇൻ സെൻട്രൽ മാർക്കറ്റ്, മാംഗ്ലൂർ. അടിപൊളിയാണ്. അപ്പോൾ മിനി തോമസ് ഒക്കെ കഴിച്ചിട്ടും വയറ് നന്നിട്ടില്ല. സംഭവം ഉണ്ടായിരുന്നു നല്ലായിരുന്നു. ഓക്കെ, അപ്പോൾ അമലുണ്ട്. അമൽ വീഡിയോ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും ബൈ.